കൊല്ലത്ത് നിന്ന് JK റോയൽ ക്രൂസ് ഹൗസ് ബോട്ടിൽ തട്ടാമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും ഒത്ത് ഒരു യാത്ര. മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരം എല്ലാവരും രാവിലെ 9:30-നും 10-നും ഇടയിൽ തന്നെ കൊല്ലം KSRTC ബസ് സ്റ്റേഷന് ഓപ്പോസിറ്റുള്ള ബോട്ട് ജെട്ടിയിൽ എത്തി. 10 മണിക്ക് തുടങ്ങി 5 മണിവരെ നീണ്ടു നിൽക്കുന്ന 7 മണിക്കൂർ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയ ചങ്ങാതിമാർക്ക് അവരുടെ സന്തോഷം പങ്കിടാൻ കിട്ടിയ നല്ല ഒരു അവസരമായി മാറി ഈ ബോട്ട് യാത്ര. അഷ്ടമുടിക്കായലിൻ്റെ ഭംഗി ആസ്വദിച്ച്, കല്ലട നദിയെ തൊട്ടറിഞ്ഞ്, സാമ്പ്രാണിക്കൊടി ദ്വീപും മൺറോ ദ്വീപും മനസ്സിലാക്കി ഒരു മനോഹര ബോട്ട് യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്കൊപ്പം 56 പേരാണ് ഈ യാത്രയുടെ ഭാഗമാകുന്നത്. അഷ്ടമുടിക്കായലിന് തനതായ ഒരു തണ്ണീർത്തട ആവാസ വ്യവസ്ഥയും വലിയ ഈന്തപ്പനയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ളതുമായ ജലാശയമുണ്ട്. പ്രാദേശിക മലയാള ഭാഷയിൽ അഷ്ടമുടി എന്നാൽ 8 കുന്നുകൾ അല്ലെങ്കിൽ കൊടുമുടികൾ എന്നാണ് അർത്ഥം. അഷ്ടമുടിക്കായലിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത 3-ന് മുകളിലൂടെ തെക്ക് തേവള്ളിയെയും വടക്ക് കോട്ടയത്ത് കടവുമായി ബന്ധിപ്പിക്കുന്ന തേവള്ളി പാലവും കാണാം. യാത്രയുടെ ഇടവേളകൾ മാധുര്യമുള്ളതാക്കാൻ ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ ബോട്ടിൽ അറേഞ്ച്ഡ് ആയിരുന്നു. ബോട്ടിലെ കാഴ്ചകൾ കൂടുതൽ മനസ്സിലാക്കാനായി ഞാൻ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് നടന്നു. തേവള്ളി പാലമാണ് നാം ഇപ്പോൾ അടുത്ത് കാണുന്നത്. ബോട്ടിൻ്റെ നിയന്ത്രണം മൊത്തം ഈ ചേട്ടനായിരുന്നു. വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ചോദിച്ചപ്പോൾ അതിനെന്താ, അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് മറുപടി പറഞ്ഞ് ബോട്ട് യാത്രയെക്കുറിച്ച് അധികം വാചാലനായി. ബോട്ടിലെ ഉൾക്കാഴ്ചകൾ കാണിച്ചു തരാനും അടുക്കള വിശേഷങ്ങൾ പറയാനും ബോട്ടിലെ ജീവനക്കാർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചോറും കപ്പയുമൊക്കെ അപ്പോഴേക്കും തയ്യാറായി കഴിഞ്ഞിരുന്നു. ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ആഹാരത്തെക്കുറിച്ചും അവ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചും ഉപയോഗിച്ച എണ്ണയെക്കുറിച്ചുമൊക്കെ അവിടുത്തെ ചേട്ടന്മാർ വിശാലമായി തന്നെ പറഞ്ഞു തന്നു. ബാക്കി കറികൾക്കായുള്ള പ്രിപ്പറേഷൻസ് നടക്കുകയാണ്.
സോളമൻ കടവൂർ എന്ന കലാകാരൻ്റെ ഏറ്റവും പ്രസിദ്ധവും വലുതുമായ ശില്പമായ വിളക്കമ്മ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ദേവി ഗോഡസ് ഓഫ് ലൈറ്റ് ശില്പമാണ് നാം ഇപ്പോൾ കാണുന്നത്. വലിയവിള ഗോൾഡൻ ലേക്ക് റിസോർട്ടാണ് അതിനടുത്തായി കാണുന്നത്. പത്ത് മണിക്ക് യാത്ര ആരംഭിച്ച് ഒട്ടും വൈകാതെ തന്നെ ബോട്ടിലെ ജീവനക്കാർ കപ്പയും മീൻകറിയുമായി എത്തി. സ്വാദിഷ്ടമായ അവ രുചിച്ചുകൊണ്ട് ബോട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങകലെയായി കൊല്ലം ബൈപ്പാസ് കാണാം. 352 കോടി രൂപ ചെലവിലാണ് കൊല്ലം ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഹൈവേയിൽ അഷ്ടമുടിക്കായലിന് മുകളിലൂടെ 3 പ്രധാന പാലങ്ങളാണുള്ളത്. മൊത്തം 1540 മീറ്റർ നീളമുണ്ട്. ചലച്ചിത്ര പിന്നണി ഗായകനും തട്ടാമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപകനുമായിരുന്ന കൊല്ലം നൗഷാദ് ബാബു സാറിൻ്റെ ഗാനം യാത്രയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. മുത്തുനാവരത്നമുഖം കത്തിടും മൈലാളേ മൊഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളെ മുത്തുനാവരത്നമുഖം കത്തിടും മൈലാളേ മൊഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളെ. മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ചൈനീസ് ഫിഷിംഗ് നെറ്റും മത്സ്യബന്ധനത്തിൻ്റെ പുരാതന ശൈലികളും കാണാം. ടീച്ചേഴ്സിൻ്റെ പാട്ടും ഡാൻസും കുട്ടികളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ആയപ്പോൾ ഈ യാത്ര ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മനോഹര അനുഭവമായി മാറി. അടുക്കളയിലായാലും യാത്രക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ആണെങ്കിലും ബോട്ടിലെ ജീവനക്കാർ വളരെയധികം ട്രെയിൻഡ് ആണ്. അവർക്കതിൽ നല്ല കഴിവുണ്ട്.
വളരെ ഫ്രണ്ട്ലിയായ ബിഹേവിയർ. യാത്രയിൽ എല്ലാവരെയും ഒരുപോലെ എൻഗേജ് ചെയ്യിപ്പിക്കാനായി ഗെയിംസും പാട്ടുകളുമായി അവ ഫുൾ ടൈം ഓൺ ആയിരുന്നു. കല്ലട നദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കല്ലട നദി. നദി പശ്ചിമഘട്ടത്തിലെ കുളത്തൂപ്പുഴയിൽ നിന്ന് ഉത്ഭവിക്കുകയും പടിഞ്ഞാറോട്ടൊഴുകുകയും 120 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അറബിക്കടലിൽ എത്തുകയും ചെയ്യുന്നു. മൺട്രോ ദ്വീപ് യാത്രയുടെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എല്ലാവരും. മൺട്രോ ദ്വീപ് 8 ദ്വീപുകളുടെ ഒരു കൂട്ടം ഉൾക്കൊള്ളുന്ന കായലുകളിൽ മറഞ്ഞിരിക്കുന്ന ഒരു മുത്താണ്. അവ ഓരോന്നും ചെറിയ ജലച്ചാലുകളും തടാകങ്ങളും കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് 27 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കനാൽ യാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണിത്. മുൻ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ റെസിഡന്റ് കേണൽ ജോൺ മൺട്രോയുടെ ബഹുമാനാർത്ഥമാണ് ഈ സ്ഥലത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. കനാലുകൾ കുഴിച്ച് അദ്ദേഹം നിരവധി കായൽ പ്രദേശങ്ങളെ സംയോജിപ്പിച്ചതായി പറയപ്പെടുന്നു. ഇടുങ്ങിയ ജലപാതകൾ, കനാൽ യാത്ര, ഓണക്കാലത്ത് ഇവിടെ നടക്കുന്ന പ്രസിദ്ധമായ കല്ലട ബോട്ട് റേസ് എന്നിവയാണ് ഈ ദ്വീപിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ചിലത്. മൺട്രോ ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കഴിഞ്ഞാൽ അടുത്തത് സാമ്പ്രാണിക്കൊടി ദ്വീപാണ്. മനോഹരമായ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തമായ കായലിലൂടെയുള്ള യാത്ര. അഷ്ടമുടി കായലിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കൊടി ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ കന്യകാ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മളെ ക്ഷണിക്കുന്ന മനോഹരമായ ഒരു ദ്വീപാണ്. പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പ്രദേശവാസികൾ ഈ കപ്പലുകളെ ചമ്പ്രാണി എന്ന് വിളിക്കുകയും പിന്നീട് ഈ സ്ഥലം സാമ്പ്രാണിക്കൊടി എന്നറിയപ്പെടുകയും ചെയ്തു. സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് 150 രൂപയും മൺട്രോ ദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് 100 രൂപയും അധികം നൽകേണ്ടതുണ്ട്. യാത്രയുടെ മാധുര്യം വർദ്ധിപ്പിക്കാനായി ബോട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത കേക്ക് കട്ടിങ്ങും ഏറെ മധുരമുള്ള ഒന്നായി മാറി. ഈ യാത്രയെ മനോഹരമാക്കിയ, ഈ യാത്രയ്ക്ക് കാരണക്കാരായ തട്ടാമല സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും അവരുടെ ഫാമിലിക്കും JK റോയൽ ക്രൂസ് ഹൗസ് ബോട്ട് ജീവനക്കാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പല വർഷങ്ങളിലായി തട്ടാമല സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരുടെ ഒത്തുചേരലിന് വേദിയായി JK റോയൽ ക്രൂസ് ഹൗസ് ബോട്ട്. ഇനിയും ഇതുപോലെ കണ്ടുമുട്ടാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് പിരിയാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഓർത്തിരിക്കാനായി ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ഈ ബോട്ട് യാത്ര എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. നന്ദി.